നമസ്കാരം. ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു, പക്ഷേ രോഗി മരിച്ചു എന്ന് പറയുന്നത് പോലെയാണ് ഇന്നലെ മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങളെക്കുറിച്ചുള്ള ചില പ്രസ്താവനകൾ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായത്. മെയ് 19 നായനാർ അനുസ്മരണ സമ്മേളനത്തോടനുബന്ധിച്ച് ശ്രീകണ്ഠാപുരത്തും കണ്ണൂരിൽ മറ്റൊരിടത്തും സംഘടിപ്പിച്ച വേദിയിൽ പ്രസംഗിക്കുമ്പോഴാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇത്തരത്തിലുള്ള ഒരു സംഭാഷണം ഉണ്ടായത്. 10 വർഷം തുടർച്ചയായി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുകയുണ്ടായി. ഈ 10 വർഷം കൊണ്ട് ജനക്ഷേമകരങ്ങളായ ഒരുപാട് പദ്ധതികൾ ജനങ്ങൾക്ക് വേണ്ടി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ സാധിച്ചു. എന്നാൽ എന്തുകൊണ്ടാണ് ഇടതുപക്ഷം തോറ്റത് എന്നുള്ളത് കൃത്യമായി പരിശോധിക്കുമ്പോൾ ജനങ്ങൾ മറ്റൊരു ഭരണം ആഗ്രഹിച്ചിരുന്നു എന്നാണ് മനസ്സിലായത്. പിണറായി വിജയൻ ഇങ്ങനെയാണ് സംസാരിച്ചത്. അതായത് ജനങ്ങൾ മറ്റൊരു ഭരണം വരാൻ വേണ്ടി ആഗ്രഹിച്ചു, അതുകൊണ്ട് ഇടതുപക്ഷം തോറ്റു എന്ന് അദ്ദേഹം പറയുമ്പോൾ, ജനക്ഷേമകരമായ രീതിയിൽ 10 വർഷം ഭരിച്ച ഒരു സർക്കാർ മാറണം എന്ന് പിന്നെ എന്തുകൊണ്ടാണ് ജനങ്ങൾ ആഗ്രഹിച്ചത് എന്നതിന് അദ്ദേഹം മറുപടി പറഞ്ഞേ പറ്റൂ. നാട്ടിൽ തേനും പാലും ഒഴുക്കുന്ന LDF അല്ലാതെ മറ്റാരുണ്ട്, അല്ലെങ്കിൽ LDF വരും, എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ജനക്ഷേമകരങ്ങളായ പല പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കി. ഭരണം നല്ല ഭരണം തന്നെയായിരുന്നു. എന്നാൽ ജനം മറ്റൊരു ഭരണം വരാൻ വേണ്ടി തീരുമാനിച്ചു, അതിൻ്റെ പേരിൽ ഇടതുപക്ഷം തോറ്റു എന്ന് മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പറയുമ്പോൾ, ഈ വാർത്തയുടെ ആമുഖത്തിൽ പറഞ്ഞ ഓപ്പറേഷൻ ഈസ് സക്സസ് ബട്ട് പേഷ്യൻ്റ് ഈസ് ഡെഡ് എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. പിണറായി വിജയൻ്റെ ഭരണം വിജയകരം തന്നെയായിരുന്നു, സ്തുത്യർഹമായിരുന്നു, സുതാര്യമായിരുന്നു, സുഭിക്ഷമായിരുന്നു. എന്നാൽ ജനങ്ങൾ അത് നിരാകരിച്ചു. അവർ മറ്റൊരു ഭരണം വരാൻ വേണ്ടി ആഗ്രഹിച്ചു എന്നാണ് പിണറായി വിജയൻ്റെ വാക്കുകളിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഞങ്ങൾ തികഞ്ഞ പരാജയമായിരുന്നു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയാതെ പറഞ്ഞു വയ്ക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയത്. 2026 തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിൻ്റെ 11 ദിവസം പിന്നിടുമ്പോഴാണ്, അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം തന്നെ നടത്തുന്നത്. ജനവിധിയെ ഞങ്ങൾ ആദരവോടുകൂടി മാനിക്കുന്നു, എന്നാൽ ഇത് ഇടതുപക്ഷത്തിൻ്റെ അവസാനത്തെ പരാജയമാണ് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റി, ഞങ്ങൾ വീണ്ടും തിരിച്ചു വരും. അതെല്ലാം ഭംഗിയുള്ള വാക്കുകൾ തന്നെയാണ്, ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമുള്ള വാക്കുകൾ തന്നെയാണ്. കാരണം തെരഞ്ഞെടുപ്പിലെ പരാജയവും തോൽവിയും ആർക്കും, ഒരു കക്ഷിക്കും അവസാനത്തേതോ അല്ലെങ്കിൽ സമ്പൂർണ്ണമായ പരാജയമോ സമ്പൂർണ്ണമായ വിജയമല്ല ജനങ്ങൾ പ്രദാനം ചെയ്യുന്നത്. ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ഹിതങ്ങളാണ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. ജനക്ഷേമകരമല്ലാത്ത പ്രവൃത്തികൾ ഏത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാലും പുനർവിചിന്തനം ചെയ്യാൻ ജനങ്ങൾ പ്രാപ്തരാകും. അവർ ഈ സർക്കാർ ഇനി തുടരണമോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കും. അങ്ങനെയാണ് വീണ്ടും വോട്ടെടുപ്പിലൂടെ ജനങ്ങൾ പുതിയ സർക്കാരിനെ സൃഷ്ടിക്കുന്നതും പഴയ സർക്കാരിനെ താഴെ ഇറക്കുന്നതും. അത്തരത്തിൽ പിണറായി വിജയൻ പറഞ്ഞ വാക്കുകൾക്ക് ഏറെ പ്രസക്തിയുണ്ട്. ജനവിധി മാനിക്കുന്നു, ആദരവോടുകൂടി മാനിക്കുന്നു. ഞങ്ങൾ ഇത് അവസാനത്തെ തെരഞ്ഞെടുപ്പല്ല, CPMൻ്റെ അവസാനത്തെ പരാജയമല്ല, വീണ്ടും തിരിച്ചു വരും. തീർച്ചയായും ഇടതുപക്ഷം നിലനിൽക്കണം, ശക്തമായ പ്രതിപക്ഷമായെങ്കിലും ഇടതുപക്ഷം ഇവിടെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് കൂടുതലും. അതുകൊണ്ട് ഇടതുപക്ഷം ഒരു കാരണവശാലും ഇല്ലാതെയായി പോകരുത്. എന്നാൽ പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ അഹങ്കാരപൂർണമായ, ധാർഷ്ട്യപൂർണമായ, ഏകാധിപത്യപരമായ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ രീതികളാണ് ഇടതുപക്ഷത്തെ തോൽപ്പിച്ചത് എന്നാണ് തെരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങളിൽ CPMൻ്റെ ബ്രാഞ്ച് തലത്തിലും ഏരിയ തലത്തിലും ജില്ലാ തലത്തിലുമെല്ലാം മുഴങ്ങിക്കേട്ടത്. സംസ്ഥാന സമിതിയിലും ഇത് തന്നെയാണ് ഉണ്ടായിരുന്നത്. ചില നേതാക്കന്മാരുടെ, പിണറായി വിജയൻ്റെ പേരെടുത്ത് പറയാതെയും MP ഗോവിന്ദൻ്റെയും പേരെടുത്ത് പറഞ്ഞും പേരെടുത്ത് പറയാതെയുമാണ് നേതാക്കൾ വിമർശനം ഉന്നയിച്ചത്. തീർത്തും 14 മണിക്കൂർ നേരമാണ് പിണറായി വിജയനും MP ഗോവിന്ദനും അണികളുടെ, പ്രവർത്തകരുടെ വികാരം കേട്ട് മനസ്സിലാക്കിയത്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ രീതിയിലുള്ള ശൈലിയിലുള്ള ഭരണമായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങളിൽ നിന്നും ഈ സർക്കാർ അകന്നുപോയി. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് നിരക്കാത്ത രീതിയിലുള്ള പ്രവൃത്തിയും പെരുമാറ്റവുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് നിരക്കാത്ത രീതിയിലുള്ള പദപ്രയോഗങ്ങൾ പലപ്പോഴായി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അമ്പലപ്പുഴയിൽ CPMൽ നിന്നും വിട്ടുപോയ G സുധാകരനെ ചെറ്റ എന്നൊക്കെ വിശേഷിപ്പിച്ചത് അതിൻ്റെ അവസാനത്തെ ഉദാഹരണമായി ജനങ്ങൾ എടുത്തു കാണിക്കുന്നു.
ഇതുപോലെ പല സന്ദർഭങ്ങളിലായി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും, അതായത് മുൻ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള പല വാക്കുകളും ഉണ്ടായിട്ടുണ്ട്. കൊല്ലത്ത് പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിപ്പിച്ച ഒരു സന്ദർഭം, അതുപോലെ ടി.പി. ചന്ദ്രശേഖരനെ കുലംകുത്തി എന്ന് വിളിച്ച ഒരു സന്ദർഭം. ടി.പി. ചന്ദ്രശേഖരന്റെ വധത്തിന് ശേഷവും കുലംകുത്തികൾ എപ്പോഴും കുലംകുത്തികൾ തന്നെയാണ് എന്നെടുത്ത് പറഞ്ഞതുമെല്ലാം പാർട്ടിക്ക് നേതാക്കളെക്കുറിച്ച് പാർട്ടിക്കുള്ളിൽ വലിയ അപമതിപ്പ് ഉളവാക്കത്തക്ക രീതി തന്നെയായിരുന്നു ഇതെല്ലാം. പിന്നീട് 8 അട്ടിയിട്ടതുപോലെ എന്ന് നിയമസഭയിൽ ഒരാളുടെ പൊക്കക്കറിവിനെ കുറിച്ച് മുഖ്യമന്ത്രി അങ്ങനെ എടുത്തു പറയുകയുണ്ടായി. എന്തിന്? ആറന്മുളയിൽ വീണ ജോർജിന്റെ പ്രചരണ യോഗത്തിന് വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ CMA 1 മിനിറ്റ് ഒരു കാര്യം എന്നൊരാൾ ചോദിച്ച് പറഞ്ഞപ്പോൾ തികച്ചും സന്ദർഭോചിതമല്ലാത്ത രീതിയിൽ അത് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായ മുഖ്യമന്ത്രിയെയാണ് ജനം കണ്ടത്. 41കാരൻ്റെ അകമ്പടിയോടുകൂടി 5 സ്റ്റാർ ജീവിതം നയിക്കുന്ന ആഡംബരപ്രിയനായ മുഖ്യമന്ത്രി ജനങ്ങളിൽ നിന്നും അകന്നുപോയി. ശബരിമല ആഗോള അയ്യപ്പ സംഗമം പോലുള്ള വേദികളിൽ തികച്ചും വർഗീയവാദി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വെള്ളാപ്പള്ളി നടേശന്റെ കയ്യും പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വേദിയിലെത്തിയതും വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗ് അടക്കമുള്ള ചില നേതാക്കൾക്കെതിരെ നടത്തിയ വർഗീയ വിദ്വേഷ പ്രചരണങ്ങളെ തള്ളിപ്പറയാതിരുന്നത് എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ന്യൂനപക്ഷങ്ങളിൽ നിന്ന് പോലും അകറ്റി. ഇക്കുറി 2026 പാർട്ടിക്കുണ്ടായ ദയനീയമായ പരാജയത്തിന് ഇതൊക്കെ തന്നെയായിരുന്നു കാരണം. അതിന് മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി എന്ന രീതിയിൽ MP ഗോവിന്ദനും കൃത്യമായ രീതിയിൽ പങ്കുവഹിച്ചു. ഇവരുടെ പ്രവർത്തന ശൈലിയിലും ഭാഷാശൈലിയിലും പെരുമാറ്റ രീതിയിലുമെല്ലാം വളരെ ധാർഷ്ട്യം കലർന്ന, അഹങ്കാരം കലർന്ന രീതി തന്നെയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് നിരക്കാത്ത രീതിയിലുള്ള ജീവിതവും പ്രവർത്തന ശൈലിയും പെരുമാറ്റ രീതിയും ഭാഷാ പ്രയോഗവും തന്നെയാണ് പാർട്ടിയെ എത്രത്തോളം ദയനീയമായ പരാജയത്തിലേക്ക് കൊണ്ടെത്തിച്ചത് എന്ന് തന്നെയാണ് ഓരോ ജില്ലാ കമ്മിറ്റിയിലും ചേർന്ന തെരഞ്ഞെടുപ്പ് പരാജയ അവലോകന യോഗങ്ങളിൽ ഉണ്ടായത്. ഈ ശൈലി മാറണം. കണ്ണൂർ ജില്ലാ കമ്മിറ്റി വരെ പിരിച്ചുവിടണം, MP ഗോവിന്ദൻ സംസ്ഥാന നേതൃത്വം ഒഴിയണം, പിണറായി വിജയൻ മാറണം എന്നൊക്കെ തരത്തിലുള്ള വികാരങ്ങളാണ് ജില്ലാ കമ്മിറ്റി തോറും പുറത്തു വന്ന അഭിപ്രായങ്ങളിൽ നിന്നും കേൾക്കാൻ സാധിച്ചത്. എന്നാൽ നായനാർ അനുസ്മരണ സമ്മേളനത്തോടനുബന്ധിച്ച് ശ്രീകണ്ഠാപുരത്ത് ചേർന്ന യോഗത്തിൽ പിണറായി വിജയനും ഇക്കാര്യം തന്നെ പറയുകയുണ്ടായി. പാർട്ടി ജനങ്ങൾക്ക് വേണ്ടി ഭരിച്ചു, എന്നാൽ ജനങ്ങൾ മറ്റൊരു ഭരണം വരാൻ വേണ്ടി ആഗ്രഹിച്ചു, മറ്റൊരു ഭരണത്തിന് വേണ്ടി ആഗ്രഹിച്ചതിൻ്റെ പേരിൽ ഇടതുപക്ഷം തോറ്റു എന്ന് പറയുമ്പോൾ ഇടതുപക്ഷ സർക്കാർ പരാജയമായിരുന്നു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ സമ്മതിക്കുന്നതിന് തുല്യമായി. എന്തായാലും തെറ്റുതിരുത്തി വീണ്ടും ജനങ്ങളിലേക്ക് ഇറങ്ങും, കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ജനങ്ങളുടെ വിശ്വാസം കണക്കിലെടുത്ത് വീണ്ടും ഇടതുപക്ഷം തിരിച്ചു വരും എന്നാണ് മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പറഞ്ഞത്. എന്താണ് ഇനിയും ഇക്കാര്യത്തിൽ സംഭവിക്കുക? ജനങ്ങൾ വീണ്ടും പിണറായിയുടെ വാക്കുകൾ കണക്കിലെടുക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.